ഇസ്രായേലിന് പിന്നാലെ അമേരിക്കയും ആക്രമണം തുടങ്ങിയതോടെ മുന്നറിയിപ്പുമായി ഇറാൻ. മിഡിൽ ഈസ്റ്റിലെ ഓരോ അമേരിക്കൻ പൗരനും സൈനികരും പ്രതികാര ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനത്തെ മറികടന്ന് വൻ മിസൈൽ ആക്രമണം ഇറാൻ നടത്തി. ഇസ്രായേലിലെ 10 സ്ഥലങ്ങളിൽ റോക്കറ്റുകളും ചെറിയ ഷെല്ലുകളും പതിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. കാർമൽ, ഹൈഫ, ടെൽ അവീവ് പ്രദേശം, വടക്കൻ തീരദേശ സമതലം എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായത്. ബെൻ ഗുറിയോൻ വിമാനത്താവളം ആക്രമിച്ചതായി ഇറാൻ സൈന്യം വ്യക്തമാക്കി. ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ അംഗത്തെ ഇറാനിൽ തൂക്കിലേറ്റുകയും ചെയ്തു. മുഴുവൻ ക്രിമിനൽ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സുപ്രീം കോടതി ശിക്ഷ സ്ഥിരീകരിച്ചതിനു ശേഷമാണ് ഇയാളെ തൂക്കിലേറ്റിയത്. മജീദ് മൊസായിബി എന്ന ഇയാൾ മൊസാദിന് സുപ്രധാന വിവരങ്ങൾ നൽകിയെന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുന്ന ഇസ്രായേൽ സൈനിക വക്താവിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അടുത്ത ലക്ഷ്യങ്ങൾ എന്താവുമെന്നതിലും വ്യക്തതയില്ല. അതേസമയം ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും യുഎസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇരു രാജ്യങ്ങളും നൽകിയ നിർദ്ദേശം തള്ളിയാണ് യുഎസ് ആക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. സമാധാനപരമായ ആണവ പദ്ധതി അടക്കം നിയമാനുസൃതമായ ആവശ്യങ്ങൾക്കായി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പറഞ്ഞത്. ചൈനയും ഇറാനെ പിന്തുണച്ചു. ഇറാൻ കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണി ആവർത്തിച്ചപ്പോൾ കടുത്ത ഭാഷയിലാണ് രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രതികരിച്ചത്. ഇറാനികൾ കീഴടങ്ങുന്നവരല്ല, ചരിത്രമറിയുന്നവരും വിവേകമുള്ളവരും തങ്ങളെ ഭീഷണിപ്പെടുത്തില്ല എന്ന മുന്നറിയിപ്പാണ് അവർ നൽകിയത്. ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനത്തെ ക്ലസ്റ്റർ മിസൈൽ ഉപയോഗിച്ച് നേരിട്ട ഇറാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. ലാഭം കൊയ്യാൻ യുദ്ധക്കൊതിയോടെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ട്രംപിന്റെ ഇടപെടൽ പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കുമ്പോൾ ഇവിടെയും ഇരകളാകുന്നത് സാധാരണക്കാരാണെന്നത് മറക്കരുത്.